നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അമ്മ ഓർമ്മകളിലേക്ക് പിൻവാങ്ങിയതിന്റെ ഹൃദയഭാരമൊഴിയാതെ തമിഴകം. സിനിമയിലും രാഷ്ട്രീയത്തിലും പകരക്കാരിയില്ലാത്ത ചക്രവർത്തിനിയായി നിറഞ്ഞ തലൈവിക്ക് പ്രണാമമർപ്പിച്ച് ആരാധക വൃന്ദം. ജയലളിതയ്ക്ക് രാജ്യം നൽകിയത് ഒരു മുഖ്യമന്ത്രിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം. തലൈവി അധികാരമൊഴിഞ്ഞ മുഖ്യമന്ത്രി പദത്തിൽ പകരക്കാരനായി പനീർശെൽവം എത്തിയതോടെ പാർട്ടിയുടെ തലപ്പത്ത് ആരെന്ന കൗതുകം ബാക്കി. അടുത്ത ഊഴം ജയലളിതയുടെ ഉറ്റ തോഴി ശശികലയ്ക്കെന്ന് അഭ്യൂഹം. പാർട്ടിയിൽ ശശികലയ്ക്കെതിരെയും പടയൊരുക്കം. AIDMK അധ്യക്ഷ സ്ഥാനത്ത് എത്താതിരുന്നാലും പാർട്ടിയിലും ഭരണത്തിലും ശശികല നിർണായക അധികാര കേന്ദ്രമാകുമെന്ന് നിഗമനം. തമിഴ് ജനതയ്ക്ക് പുതിയ ക്ഷേമ പദ്ധതികളും സൗജന്യങ്ങളും പ്രഖ്യാപിക്കാനൊരുങ്ങി മുഖ്യമന്ത്രി O. പനീർശെൽവം. ജയലളിതയോടുള്ള ആദരസൂചകമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച ഔദ്യോഗിക ദുഃഖാചരണം ഇന്നും നാളെയും കൂടി. 2 ദിവസം സർക്കാർ പരിപാടികളിൽ ആർഭാടം ഒഴിവാക്കാൻ നിർദ്ദേശം. ജയലളിതയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയായിരിക്കും സർക്കാർ പരിപാടികൾ ആരംഭിക്കുക. വൈകുന്ന വിടവാങ്ങൽ. നിലമ്പൂർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം 2 ദിവസം കൂടി മോർച്ചറിയിൽ. ജയലളിതയുടെ മരണത്തെ തുടർന്ന് കുപ്പു ദേവരാജിന്റെ മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാവകാശം ആവശ്യപ്പെട്ട് സഹോദരൻ നൽകിയ അപേക്ഷയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ തീരുമാനം. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന കാര്യത്തിൽ തീരുമാനമായത് റീപോസ്റ്റ്മോർട്ടം വേണമെന്ന ഹർജി മഞ്ചേരി സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്ന്. എന്നാൽ കുപ്പു ദേവരാജിനൊപ്പം കൊല്ലപ്പെട്ട അജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇന്നലെയും ബന്ധുക്കൾ എത്തിയില്ല. വരുന്നുണ്ട് ദുരിതകാലം. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധനവിന്റെ പ്രതിഫലനം വൈകാതെ ഇന്ത്യയിലും ഉണ്ടാകുമെന്ന് സൂചന. 2 മാസത്തിനകം പെട്രോൾ വില ലിറ്ററിന് 80, ഡീസലിന് 70 രൂപയും ആയേക്കും. പ്രതിദിന എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ OPEC രാഷ്ട്രങ്ങൾ തീരുമാനിച്ച ശേഷം ഒരാഴ്ചക്കിടെ ക്രൂഡ് വിലയിലുണ്ടായ വർധനവ് 15%. വിയന്നയിൽ യോഗം ചേർന്ന OPEC രാഷ്ട്രങ്ങൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ചത് ക്രൂഡ് വില തകർച്ചയെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ. തീരുമാനം മൂലം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ സംഭവിച്ച കുറവ് പ്രതിദിനം 12 ലക്ഷം ബാരൽ. ഇന്ത്യ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന ബ്രെന്റ് ക്രൂഡ് ഓയിലിന് ഇന്നലത്തെ വില ബാരലിന് $54.93. ഇന്ധനവില ഉയരുന്നതോടെ രാജ്യത്ത് അവശ്യവസ്തു വിലയും നാണയപ്പെരുപ്പവും വർദ്ധിക്കുമെന്ന് പ്രവചനം. കറൻസി പ്രതിസന്ധിക്ക് പിന്നാലെ ജനത്തിന് ദുരിതം വിതയ്ക്കാൻ ക്രൂഡ് ഓയിൽ. പട്ടേൽ കനിയുമോ? പലിശഭാരം കുറയുമെന്ന പ്രതീക്ഷയിൽ റിസർവ് ബാങ്ക് നയപ്രഖ്യാപനത്തിൽ കണ്ണും നട്ട് രാജ്യം. കറൻസി നിരോധനത്തിന് ശേഷം ബാങ്കുകളിൽ നിക്ഷേപം കുമിഞ്ഞത് പലിശ കുറയ്ക്കാൻ അനുകൂല സാഹചര്യമൊരുക്കിയതായി വിലയിരുത്തൽ. എന്നാൽ മുഖ്യ പലിശ നിരക്കുകൾ അതേപടി നിലനിർത്തി കറൻസി പ്രതിസന്ധി പരിഹരിക്കാനാകും RBI ഗവർണർ ഊർജിത് പട്ടേൽ മുൻതൂക്കം നൽകുക എന്നും വാദം. ഇന്തോനേഷ്യയിൽ ഭൂകമ്പം. ഇന്തോനേഷ്യയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 25 പേർ മരിച്ചതായി റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് സുമാത്ര ദ്വീപിൽ ഇന്ന് പുലർച്ചെ. സുനാമിക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മരിച്ചവരിൽ 7 പേർ കുട്ടികളാണ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.